നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, ശ്രീമാൻ PC ജോർജ് അങ്ങനെ 14 ദിവസത്തെ റിമാൻഡിൻ്റെ മുന്നോടിയായി ജയിലിലായിരുന്നു. പക്ഷേ ശാരീരിക അസ്വസ്ഥത കൊണ്ട് മെഡിക്കൽ കോളേജിൽ മാറ്റി. സ്വാഭാവികമായിട്ടും നമുക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ധൈര്യമൊന്നും ഇതുപോലെ ആപത്ത് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ പ്രഷർ വ്യത്യാസമൊക്കെ വരാം, ഡോക്ടറെ കാണാം, മെഡിക്കൽ കോളേജിൽ പോകും, അതൊന്നും സ്വാഭാവികമാണ്, കുറ്റമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഇപ്പോൾ ജോർജിനും അല്ലെങ്കിൽ മൊയ്തീൻ ഷായൊക്കെ പഠിക്കേണ്ട കാര്യം, തനിക്ക് താനും പുരക്ക് തോന്നും. തനിക്ക് താൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരാളും ഉണ്ടാവില്ല. പുരക്ക് ഉറപ്പ് തൂണാണ്. അപ്പോൾ ഈ പ്രസംഗിക്കുകയും പലയൊക്കെ ചെയ്യുമ്പോൾ ആവേശം കൊണ്ടൊക്കെ പലതും പറയും, പലതും പറയാൻ സാഹചര്യം ഉണ്ടാവും. നമ്മളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ, ഇത് കുടുംബക്കാരും വ്യക്തിയുടെ കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പം ജോർജ് ഇത്രയും ആവശ്യം കൊണ്ട് ആവേശം എടുത്ത് മുസ്ലിം സമുദായത്തെ എന്താണ് ജോർജ് പറഞ്ഞറിയോ? ലോക മുസ്ലിങ്ങൾ കൊണ്ടയാത്തരും തീവ്രവാദികളും ഭീകരവാദികളെന്ന് പറഞ്ഞു. ലോക മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യ മുസ്ലിമാക്കിയത്. അപ്പം അതിന് ഓമയായിട്ട് ചില കുബുദ്ധികൾ വരുന്നത്, പാലക്കാട് ആനപ്പുറത്ത് ഹമാസിൻ്റെ മരിച്ച നേതാക്കളുടെ ഫോട്ടോ വെച്ചില്ലെന്നുള്ള അത് ഇത് എങ്ങനെയാണ് താരതമ്യം ചെയ്യുക? ഹമാസിനെ ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെ ഒരു രാജ്യദ്രോഹ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അവർക്ക് തീവ്രവാദം ഉണ്ടെന്നുള്ളത് ശരിയാണ്. സ്വന്തം നാടിൻ്റെ ജന്മനാടിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഹമാസ് നേതാക്കളെ പോലുള്ള ചിത്രം ഇന്ത്യയെ പോലൊരു രാജ്യത്ത് അത് പള്ളി ചന്ദ്രകൂട ഒരുത്തനൊന്നും വഹിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് മാത്രമല്ല, അത് 100% അനുചിതമായിരുന്നു എന്നതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ അച്ഛൻ്റെ ഉദ്ദേശം നല്ലതൊന്നുമില്ല. അത് ഏതുപോലെ എന്നറിയുമോ? ഇപ്പോൾ തീവണ്ടി മറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ പല റെയിൽ പാളത്തിൽ പലതും വഹിക്കുന്നത് ഇത് കാണുന്നുണ്ട്, ചില പല ചാനലുകളിലും കാണിക്കുന്നുണ്ട്. ഞങ്ങൾ വ്യക്തമായിട്ട് ഗവൺമെൻറ് ഇന്ത്യയോടും സ്റ്റേറ്റ് ഗവൺമെൻറ് പറയാണ്, അങ്ങനെ കാണിക്കുന്ന ചാനലുകളുടെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ നിരോധിക്കുന്നത് മാത്രമല്ല, അവർ ശക്തമായ ശിക്ഷ കൊടുക്കണം. അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയല്ല. ഒരു തീവണ്ടി എന്ന് പറഞ്ഞാൽ അത് ഞാണിന്മേലുള്ള കളിയാണ്. വിമാനം പറന്നു പോകാണ്, സ്വാഭാവികമായിട്ടും ഒരു അപകടം പറ്റാം. പക്ഷേ ആർക്കും ചെട്ട് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ജനങ്ങൾ അടുത്തുള്ളതല്ലേ, എല്ലാവരും ഇങ്ങനെ റെയിൽ പാളത്തിൽ കൊണ്ട് ഈ കല്ല് വയ്ക്കുക അല്ലെങ്കിൽ മറ്റോ വയ്ക്കുക, തമാശക്കാണെങ്കിലും പിന്നെ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാ യൂട്യൂബുകാരെയൊക്കെ ഉള്ളോ ശക്തമായ ശിക്ഷ കൊടുക്കണം. നമുക്ക് അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. 10 പേര് കണ്ടു കഴിഞ്ഞാൽ 100 പേർക്ക് പ്രോത്സാഹനം വരില്ലേ? 100 പേര് കണ്ട 10 പേർക്ക് പ്രോത്സാഹനം വരും. അപകടമല്ലേ? അതുപോലെ ഹമാസിൻ്റെ ചിത്രം വെച്ച് ചന്ദനക്കുട മഹോത്സവത്തിൽ പങ്കെടുത്ത ആനയുടെ പുറത്ത് എഴുന്നള്ളിച്ചെങ്കിൽ അത് ചെയ്തത് 100% തെറ്റാണെന്ന് മാത്രമല്ല, അവനൊക്കെ അകത്തിടണം. അത്ര വലിയ പിന്നെ മതസ്നേഹമൊന്നും കാണിക്കണ്ട. അവരൊക്കെ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, അവരൊക്കെ രാജ്യദ്രോഹികൾ തന്നെയാണ്. ആരായാലും, ഏത് മുസ്ലിമായാലും ഏത് കോപ്പായാലും. എന്ത് ന്യായമാണത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ചന്ദനക്കുടം എന്ന് പറയുന്നാൽ ഹിന്ദു സമുദായ ഉത്സവം. അപ്പോൾ ഹിന്ദു സമുദായത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത ആൾക്കാരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ആ 12 വയസ്സ് ബാക്കി എല്ലാം അതാണ്. അപ്പോൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പെട്ടെന്ന് മാറ്റാൻ നിർത്തുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് അന്നത്തെ ഉലമാക്കളും ഉമറാക്കളും ഭരണാധികാരികളും പുരോഹിതന്മാരും ഒന്ന് കണ്ണടിച്ച് കാരണം പെട്ടെന്ന് മാറ്റാൻ. അത് കഴിഞ്ഞിട്ട് വർഷം എത്രയിപ്പോൾ നൂറ്റാണ്ടായില്ലേ? ഇപ്പോഴും ആ ആചാരം വേണമെന്ന് വെച്ചാൽ ഹിന്ദു ഉത്സവങ്ങൾ നടക്കട്ടെ, അത് തന്നെ തെറ്റാണെന്ന് എല്ലാവരും പറയുന്നത്. ആന എഴുന്നള്ളിച്ച് മനുഷ്യൻ്റെ ജീവൻ പോകുന്നു, ആനക്ക് ബുദ്ധി ഉണ്ടാകുന്നൊക്കെ ഉണ്ട്.
നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? വിരണ്ടോടിയ ഉത്സവപ്പുറം വെച്ച് വിരണ്ടോടിയ വെടിവെച്ച് കൊന്ന ആനക്കാരനെ വെടിവെച്ചെന്ന പട്ടാളക്കാരന് സമൂഹം അവാർഡ് കൊടുത്തു, അല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനം കൊടുത്തപ്പോൾ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കന്നിക്കോറ്റ സിനിമയിലെ 60-65 വർഷം മുമ്പാണ് അദ്ദേഹം ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? വിരണ്ട് ഓടിയ ആനയെ വെടിവെച്ച് കൊന്ന റിട്ടയർഡ് പട്ടാളക്കാരന് നിങ്ങൾ അവാർഡ് കൊടുത്തു, ഒരു സമ്മാനം കൊടുത്തു. പക്ഷേ എന്തുകൊണ്ടാണ് ആന ഓടിയത് ചിന്തിച്ചോ? അത് ചിന്തിച്ചില്ല. അതാണ് ബേസിക് റീസൺ. അതാണ് എന്തുകൊണ്ടാണ് രാവിലെ മുതൽ വൈകിട്ട് മുതൽ നേരം വെളുക്കുന്നവരെയും എഴുന്നള്ളിച്ച് കൊണ്ടെടുക്കും. വേണ്ടത്ര ഭക്ഷണമില്ല, വിശ്രമമില്ല. അങ്ങനെ അവശനായി വെളുപ്പം കാലമായപ്പോൾ ആനക്ക് പറയാൻ പറ്റില്ലല്ലോ, തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ. വെളുപ്പം കാലമായപ്പോൾ ആനക്കാരൻ കൊടുത്ത് മരത്തിൻ്റെ അമ്പലപ്പറമ്പിലെ വലിയ മരത്തെ തളക്കാൻ വേണ്ടി ചങ്ങലയുടെ കണ്ണി ബന്ധിപ്പിക്കുന്ന സമയത്താണ് അവിടെ പടക്കം പൊട്ടിയത്. പടക്കം പെട്ടെന്ന് പൊട്ടലതുകൊണ്ട് ആനക്കാരൻ വരണ്ട് ഓടിപ്പോയി. ആനക്കാരൻ ഓടിപ്പോൾ ആന തളക്കാൻ പറ്റിയില്ല. അങ്ങനെ ജീവരക്ഷാത്ത് ഓടിപ്പോയ ആനയാണ്. ഇത് ആനയാണ്, ആടല്ല. ചില സ്റ്റാളുകൾക്ക് മറിഞ്ഞ് കുറക്ക് പരക്കാൻ പറ്റി, ശരിയാണ്. അപ്പം അന്നത്തെ സമൂഹത്തോട് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന ആ എഴുത്തുകാർ ചോദിക്കുകയാണ്, മാനവകുലമേ, മനുഷ്യ സമുദായമേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആന ഓടിയത് ചിന്തിച്ചോ? അതല്ലേ എൻ്റെ അടിസ്ഥാന കാരണം. അത് ചിന്തിക്കാതെ നിങ്ങൾ ആ പാവം ഉണ്ടാപ്രാണിയെ വെടിവെച്ച് വന്ന റിട്ടയർഡ് പട്ടാളക്കാരന് നിങ്ങൾ സമ്മാനം കൊടുത്തില്ലേ? അത് ശരിയാണോ? അതുപോലെ ഈ ആന എഴുന്നള്ളിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, വേണ്ടത്ര വിശ്രമമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ആവേശം കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. കാരണം ആന എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, ആഘോഷങ്ങൾ ആൾക്കാർ മാറി വരും. അപ്പോൾ ആൾക്കാർ മാറി വരുന്നതനുസരിച്ച് ഈ ആന എന്ന ഒരു വ്യക്തിയാണ്. അതിന് വിശ്രമം കൊടുക്കണ്ടോ, ഭക്ഷണം കൊടുക്കണ്ടോ? അതിൻ്റെ കാര്യം ആരും അന്വേഷിക്കണ്ടോ? ആ വലിയുടെ പടി എന്നല്ലേ. അങ്ങനെ ചെയ്ത് തെറ്റാണ് പറയുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങൾക്കാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു ആഘോഷം ആണും പെണ്ണും പങ്കെടുത്ത് ആഘോഷമൊന്നും അനുവദനീയമല്ല. അപ്പോൾ അതെന്തുവാകട്ടെ, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതിൽ ആന എഴുന്നള്ളിച്ച ആനപ്പുറത്ത് ഇവരെ ചിത്രം വയ്ക്കാൻ എന്താണ് കാരണം? എന്താണ് റീസൺ? ആരാണ് ചെയ്തത്? ആരാണ് പ്രോത്സാഹിപ്പിച്ചത്? അവരാരായാലും ഏത് സംഘടനയായാലും നിങ്ങൾക്ക് ഹമാസോട് സ്നേഹം കാണും, പ്രേമം കാണും, ആയിക്കോലെ കുറ്റില്ലെന്നേ. ഹമാസ് രാജ്യദ്രോഹ പാർട്ടിയായിട്ട് രാജ്യദ്രോഹികളായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിക്കാത്ത അത്രയും കാലം നിങ്ങൾക്ക് പരസ്യമായിട്ട് അവന് വേണ്ടി വാദിക്കാം, അവന് വേണ്ടി പ്രചരണം നടത്താം. പക്ഷേ ഇതുപോലെ ഉത്സവ സ്ഥലങ്ങളിൽ, പൊതുകാര്യങ്ങളിൽ ഒന്നും ചെയ്ത് തരില്ല. എന്തുമാകട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ജോർജ് സാറേ, അപ്പം അതും ഇത് താല്പര്യപ്പെടുത്തുമോ? ജോർജ് പറഞ്ഞതിന് തെറ്റ് അടിസ്ഥാനം ഒരു വംശത്തെ മുഴുവൻ ആ പറഞ്ഞ ഭാഷയുടെ ഗൗരവം മനസ്സിലായോ? കാരണം ലോക തത്വമുണ്ട്. ഒരു സമൂഹമോ ഒരു ജാതിയോ ഒരു മതമോ ഒരു രാഷ്ട്രമോ 100% ശരിയല്ല, 100% തെറ്റുമില്ല. എന്തെങ്കിലുമൊക്കെ പോരായി വന്നേക്കാം. അതിനർത്ഥം എല്ലാം തെറ്റുള്ളവരില്ലെന്നർത്ഥം. അങ്ങനെയുള്ള ആ ലോക തത്വത്തെ കീഴ്മേൽ മറിച്ചുകൂടാണ് ശ്രീമൻ ജോർജ് പറഞ്ഞത്. മുസ്ലിങ്ങൾ, ലോകത്തെ വാക്കുണ്ട്, എൻ്റെ കമ്പ്യൂട്ടർ കിടപ്പുണ്ട്, ലോകം എന്ന വാക്കുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യ മുസ്ലിങ്ങൾ. അപ്പോൾ ജോർജ് പിന്നെ ഈരാറ്റുപേട്ടയിലെ STPക്കാരെ പറഞ്ഞ പോലെയാണോ? അത് പറഞ്ഞ STP രാഷ്ട്രീയ പാർട്ടിയായിട്ട് വിമർശിക്കാം, അല്ലെങ്കിൽ BJP വിമർശിക്കാം, RSS വിമർശിക്കാം, മുസ്ലിം ലീഗിനെ വിമർശിക്കാം. അതൊക്കെ പല ന്യായീകരണം പറയാം. പക്ഷേ ഇതൊരു സമൂഹത്തെ അടിച്ചാക്ഷേപിക്കാൻ, ലോകത്ത് 200 കോടിയോളം മുസ്ലിങ്ങളുള്ള ലോകത്തിൽ നിങ്ങൾ അടിച്ചാക്ഷേപിക്കാതെ മുസ്ലിങ്ങൾ ഭീകരന്മാരാവുന്നത്. പക്ഷെ അതിന് ശിക്ഷ കൊടുത്തപ്പോൾ സംഘപരിവാറിൻ്റെ കുറേ, അല്ലെങ്കിൽ ഈ ജോർജിൻ്റെ മകൻ ഷോബി ജോർജ് കേട്ടല്ലോ, ജോണില്ലേ പറഞ്ഞു. അപ്പോൾ പാലക്കാട് കൊണ്ടുവരുന്ന ആര് നടപടി എടുക്കും? എന്താണ് അത്? ഇതൊരു ബന്ധമുണ്ട്. ഷോബി, നിങ്ങൾ ചെറുപ്പല്ലേ, കുറച്ചുകൂടിയൊക്കെ മാന്യമായിട്ട് ജീവിച്ച് കാര്യം നടത്താൻ പാടില്ലേ? നിങ്ങൾ ഈ കാണിക്കുന്നത് BJP വളർത്താനുള്ളത്. BJP ക്ഷീണമാണ്. അതിൽ BJP സംസ്ഥാന നേതാക്കൾ വരാറുന്നത്. അവർക്ക് ന്യായീകരണമല്ല പറയാൻ. BJP അങ്ങനെ പറയില്ല. ഒരു ഈശോയുടെ പാർട്ടിയാണ്. അവർ കുറച്ചുകൂടി മിതത്വം കാണിക്കില്ല. ഇത് മിതത്വം കാണിക്കുക, അന്ധമായ
അതായത് പണ്ട് മലബാർ മുസ്ലിങ്ങളെ കുറിച്ച് പറയും, സ്നേഹിച്ചു കഴിഞ്ഞാൽ നക്കി കൊല്ലും, വെറുതെ പിച്ചു കൊല്ലും, രണ്ടും കൊല്ലം തന്നെയാണ്. അതുപോലെ ജോർജിനെ ഒരാൾ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ 100% അവനോട് പൊക്കം. നമ്മൾ അച്യുതാനന്ദനെ കണ്ടില്ലേ, പിണറായി കണ്ടില്ലേ, ഉമ്മൻചാണ്ടിയെ കണ്ടില്ലേ, അതുപോലെ ഈഴ്ചയും ചെയ്യും. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജോർജിനെ പോലുള്ളവരും ഇപ്പം എന്നെ പോലുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറയുന്നതിന് ഒരു മിതത്വം പാലിക്കണം. അടിച്ച് ആക്ഷേപ സിസ്റ്റം ആരും അനുഭവിക്കില്ല. ഒരു മതത്തെയാണെങ്കിലും മറ്റെന്താണെങ്കിലും അതിൻ്റെ ഫലം ഇപ്പോൾ ജോർജ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ സമയത്ത് ജോർജിന് ശിക്ഷ കൊടുക്കണ്ട എന്ന് പറയാൻ മാത്രം വലിപ്പമൊന്നും എനിക്കില്ല. ശിക്ഷ കൊടുക്കുമെന്ന് പറയാനുള്ള ഒരു ദുഷ്ടമനസ്സ് എനിക്കില്ല. അത് അല്ല, നിയമത്തെ വഴിക്ക് പോട്ടെ. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരുടെ കാര്യം പറ്റുമല്ലോ, ഇത് നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അതിതായിട്ട് ബന്ധമാണെന്ന് അറിയില്ല. ഈ മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. മനുഷ്യന് മാത്രമാണ് സ്വയംഭോഗം ചെയ്യാനുള്ള സംവിധാനം ദൈവം കൊടുത്തിട്ടുള്ളൂ. ബാക്കി മൃഗങ്ങൾക്കൊന്നും അതില്ല. അതിൽ നിന്ന് ഫിലോസഫി, തത്വജ്ഞാനം എന്താ പഠിക്കുക? ലൈംഗിക ഉപേക്ഷ എന്ന് പറയുന്നത് കേവലം തലമുറയെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. മൃഗങ്ങൾക്ക് അത് തലമുറ നിർത്തിയാൽ മതി, അവർക്ക് ആസ്വാദനം ഇല്ല. പക്ഷെ മനുഷ്യന് ആസ്വാദനം കൂടി ദൈവം കൊടുത്തു. കള്ളന്മാരാണെങ്കിലും അവരും ആസ്വദിച്ചോട്ടെ എന്ന് വെച്ചാണ് അവർ സ്വയം ഭോഗം ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് അവരുടെ ശരീര സൃഷ്ടി. പക്ഷെ മൃഗങ്ങൾക്കതില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്കത് അനുകൂലങ്ങളോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളോ മനസ്സിലാക്കണം. ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ ചിന്തിച്ച് നോക്കുകൾ. ഇത് അശ്ലീലമൊന്നുമില്ല. സ്വയം ഭോഗം ചെയ്യാത്തൊരു സാഹചര്യമാണ് മനുഷ്യനെങ്കിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവർ വലിയൊരു പ്രതിസന്ധിയും വിഷമവും അനുഭവിക്കും. അപ്പോൾ ദൈവം അതുപോലെ ശ്രദ്ധിച്ചിട്ട് പറയണം. അപ്പോൾ ദൈവത്തെ കുറ്റം പറയുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ജോർജിൻ്റെ കാര്യം അതാണ്. നമ്മളിനി മറ്റ് ലോകത്തിലേക്ക് കടന്നാൽ, ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷമായി. എന്ത് നേടി? 5 ലക്ഷത്തോളം പട്ടാളക്കാരെ കൊല്ലാൻ പറ്റിയെന്നല്ലാതെ റഷ്യയോ ഉക്രൈനോ വല്ലതും നേടിയില്ലെന്ന് മാത്രമല്ല, എന്തുമാത്രം ക്ഷീണമുണ്ട്. എത്ര ലക്ഷം കോടിക്കണക്കിന് രൂപ കത്തിച്ചു കളഞ്ഞു പറഞ്ഞത്. അത് മനുഷ്യ നന്മയ്ക്കും ലോക നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കേണ്ട പണമല്ലേ കത്തിച്ചു കളഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഉക്രൈനിൽ കുറേയധികം ധാതുക്കളുണ്ട്. അത് റഷ്യക്ക് വേണം, അമേരിക്ക വേണം. ഇന്ന് അമേരിക്ക ട്രംപ് വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ ധാതു ഖനനത്തിൽ 50% ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ഒരു പിടി കാശ് യുദ്ധത്തിൽ തന്നിട്ടുണ്ട്, കത്തിപ്പോയിട്ടുണ്ട്. പരസ്യം ചോദിക്കണം. അപ്പോൾ മനസ്സിലായി എന്തായത് ഉദ്ദേശം. ഇപ്പം മണിപ്പൂർ കലാപത്തെക്കുറിച്ച്, മണിപ്പൂർ ആ മേഖലയിൽ ഇതുപോലെ ധാതു ഖനനമുണ്ട്. ധാതു ഖനികളുള്ളതാണ്. ഇഷ്ടം പോലെ ധാതുക്കൾ വിലപിടിപ്പുള്ള മിനറൽ ഇത് ഭൂമിക്കടിയിലുണ്ട്. അതിനുവേണ്ടിയാണ്. ഇപ്പോൾ ഗാസയിൽ ഒരു സുഖവാസ കേന്ദ്രമാണ്. അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കണം. അതിന് എന്താ ചെയ്യേണ്ടത്? അവിടെ തകർത്ത് കാണണം. ഇതെല്ലാം അമേരിക്കയുടെയും അതുപോലെ വൻ ശക്തികൾ ഇപ്പോൾ റഷ്യയും ചൈനയാണ്. അവരുടെയൊക്കെ മൊത്തത്തിൽ തെറ്റുണ്ടെങ്കിലും അമേരിക്കയാണ് മെയിൻ കാരണം. ലോകത്ത് മനസ്സമാധാനത്തിന് കാരണക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിയും പറയും അത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക പെണ്ണെന്നൊരു വർഗം ഭൂമി ഇല്ലായിരുന്നെങ്കിൽ ഭൂമി പണ്ട് സ്വർഗമായെന്ന് പണ്ട് കവി പാടിയിട്ടുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ ശരിയാവുമെന്നറിയില്ല, അവൻ്റെ രാജ്യവും കുറ്റമൊന്നും അറിയില്ല, ഏതായാലും പറയുന്നത്. അതുപോലെയാണ് അമേരിക്ക എന്നൊരു രാജ്യം ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ അമേരിക്ക ആയിരുന്നില്ലെങ്കിൽ ഈ ലോകത്ത് ഇത്രയും ബുദ്ധിമുട്ട് വല്ല സമാധാനമായിട്ട് ജീവിച്ചു പോയത്. ഇത് പോകുന്നില്ല ആവശ്യത്തിലധികം. അതാണ് അമേരിക്കയുടെ ഒരു രീതി. ഇസ്രായേൽ യുദ്ധം അതും ഇത് നേടി. ഞാൻ പണ്ട് പറഞ്ഞിട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേല് ഫലസ്തീൻ യുദ്ധം ചെയ്ത് മുടിക്കുക പണം ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി പണം ഉണ്ടെങ്കിൽ ഇസ്രായേൽ 2 ഇരട്ടി ഭൂമി ലോകത്ത് വാങ്ങിക്കാം. എത്ര ലക്ഷം കോടി രൂപയാണ് കത്തിച്ച് കളഞ്ഞത് ഈ 1 വർഷം 1.5 വർഷം കൊണ്ട്. എത്ര ലക്ഷം കോടിയാണ് വെറുതെ കത്തിച്ച് കളയില്ലെന്ന്, ഒരു ഉപയോഗമില്ലാതെ. ഉപയോഗമില്ല കത്തിച്ച് കളഞ്ഞ് മാത്രമല്ല, അതിൻ്റെ പരിണിത ഫലം എന്താണ്? സൈഡ് എഫക്റ്റ്, പാർശ്വഫലം. ആ ഭൂമിയെ ജീവിക്കാൻ പറ്റാതെ തകർത്തുകളി, വായു മലിനം എല്ലാം. അപ്പോൾ എന്താണ് കാരണം? ലോകത്ത് അധിവസിക്കുന്ന 5, 8, 10 പടുവൃദ്ധന്മാർക്ക് അവർ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ കത്തിച്ച് കളഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നത്. നിങ്ങൾ ഒരു കുട്ടിയെ ജനിക്കണമെങ്കിൽ
അറിയാലോ, ഒരു കുഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച് വളർത്തി ഒരു 21 വയസ്സാക്കിയെടുക്കുന്നവരും നമുക്ക് എത്ര ലക്ഷം രൂപ ചിലവുണ്ട്, എത്ര അധ്വാനമുണ്ട്, എത്ര ഇതാണ്. നമ്മുടെ കുട്ടി സ്കൂളിൽ പോയി 4 മണിക്ക് വരുന്ന കുട്ടി 4-5 കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും വിഷമം? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പെറ്റ് വളർത്തി ഏതോ ഒരു അമ്മ പ്രസവിച്ചല്ലേ ആ കുഞ്ഞിനെ, പട്ടാളക്കാരനെയും. അങ്ങനെയുള്ള ലക്ഷം ആൾക്കാരിലെ കൊന്നുകളഞ്ഞത്. കരുതി കുട്ടി ഒരു പകർച്ചവ്യാധി വന്ന് മരിക്കാനും മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത്യാഹിതം വന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ പെരുമ്പാവൂരെടുത്ത് ഒരു മുസ്ലിം സ്ത്രീ കരിയിൽ കത്തിച്ചപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചപ്പോൾ സാരിക്ക് തീ പിടിച്ച് ആൾ മരിച്ച്. അതായാലും മരിക്കാൻ വേണ്ടിയല്ല ആയിരിക്കും, എന്നാൽ അശ്രദ്ധ കൊണ്ടാണെങ്കിലും അതറിയാതെ ഒന്നാണ്. ഇതല്ല, ഇത് യുദ്ധത്തിന് ബോംബിട്ട് ചാവുമെന്ന് കണക്കാക്കിയതിനല്ലേ. ഒന്നുമിൽ കൊല്ലും അല്ലെങ്കിൽ മരിക്കണം, രണ്ടിലൊന്നില്ലല്ലോ, മൂന്നിലൊന്നില്ല. അങ്ങനെ കൊന്നിട്ട് എന്താണ് നേടിയത്? ഗസയിലാണെങ്കിലും ഉക്രൈനിലാണെങ്കിലും എന്തിൽ നേടിയോ? ഇവിടെ ജനലക്ഷങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ, വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, പാർപ്പിടമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, ഇതിന് മാത്രം ചില കുബുദ്ധികളുടെയും ചില വയസ്സന്മാരുടെയും ആഗ്രഹം നിറവേറാൻ വേണ്ടി, അവർ താല്പര്യം നിലനിർത്താൻ വേണ്ടി ആണ് ഈ യുദ്ധം ഉണ്ടായതും. യുദ്ധത്തിന് കോടിക്കണക്കിന് നഷ്ടം വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു. ഒന്നും നേടിയില്ല. ഇപ്പോൾ ഇന്ത്യ ചെയ്താലും ആര് ചെയ്താലും ഒന്നും നേടില്ല. യുദ്ധം കൊണ്ട് നേടിയ ഒരു സംഭവം ലോകത്തില്ല, ഒരു സംഭവം. സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഒരു നിലയ്ക്കും യുദ്ധം ഓട്ടമല്ലാതെ ഉണ്ടാക്കില്ല. അപ്പം അങ്ങനെ ഉള്ള ഈ രാജ്യത്ത് മനുഷ്യൻ മനോഹരൻ, എത്രയോ നല്ല പദം മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു മാക്സിമം കുറയ്ക്കുക എന്ന് പറയും പോലെ, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനോഹരമായ പദമാണ്. പക്ഷെ അവൻ്റെ മനസ്സ് വക്രബുദ്ധി തട്ടിപ്പാണ്. ഞങ്ങൾ അന്നും പറഞ്ഞുള്ളത്, ഒരു 60 വയസ്സിന് ശേഷം 60 വയസ്സ് കഴിഞ്ഞതും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതൊരു 40 വയസ്സ് താഴെയുള്ളവർ മാറി നിൽക്കണം. അപ്പം ബിറ്റ്വീൻ 40 and 60, 40-നും അടുക്കലുള്ള പ്രായമാണ് പക്വതയുള്ള പ്രായവും പാകതയുള്ള പ്രായവും. ആ പ്രായമുള്ളവരാണ് ഭരണാധികാരികളാകാൻ പാടുള്ളൂ. അങ്ങനെ ലോകം തീരുമാനിക്കണം. അത് തീരുമാനിക്കുമോ? അത് തീരുമാനിക്കുക. ഇപ്പം മുസ്ലിം ലീഗിന് എടുത്തു നോക്ക്, കുഞ്ഞാക്ക എത്ര വർഷമായി ആ മനുഷ്യൻ ഈ രാഷ്ട്രീയത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു മാറ്റം വേണ്ടേ? ഇത് മാണി സാറ് മരിക്കുന്നവരും അതിൻ്റെ അധികാരത്തിൽ നിന്ന് വിട്ടുപോയി. ഉമ്മൻചാണ്ടി, എല്ലാവരും ആരും ഒന്നും മാറുന്ന കയറുന്നില്ല. നീ ഒന്നും മാറി നിൽക്കുക, അത് തലമുറക്ക് അവസരം കൊടുക്കണ്ടേ? ഒരു 60 കഴിച്ച് നിങ്ങൾ പാർട്ടി ഉണ്ടാക്കി കുടുംബക്കാരെ ഉണ്ടാക്കിയൊക്കെ ശരിയെങ്കിലും ഒരു 60 വയസ്സ് കഴിഞ്ഞാലെങ്കിലും സ്വയം നിങ്ങളിത് മാറി നിൽക്കണം. പ്രത്യേകിച്ച് ഭരണ മേഖലയിൽ നിന്ന്. പാർട്ടി ഇപ്പോൾ മാണി സാറ് പാർട്ടി പ്രസിഡൻ്റായി, ഓക്കെ, ഭരിക്കലാകട്ടെ, ഭരണത്തിൽ ഒരു പുള്ളി മാറിയെന്ന് പറയാലോ കേട്ടോ. ഇപ്പോഴും നമ്മൾ മുസ്ലിം ലീഗിൽ എത്ര വർഷമായിട്ട് ഈ ആ ഒരു മുഖം തന്നെ കണ്ട് ജനങ്ങൾ മടുത്തതേ. കുഞ്ഞാക്ക് വ്യക്തിയായിട്ട് കുഴപ്പക്കാരനല്ലെങ്കിൽ മുതലത് അത് ഇതെല്ലാം ഈ മുഖമാണ്. എന്താ ഇനി ഒരു 100 കൊല്ലം ഉണ്ടെങ്കിൽ ആ മുഖം തന്നെ, ഒരു മാറ്റം വേണ്ടേ? അദ്ദേഹത്തെ പറയട്ടെ, ഞാൻ ഇത്രയൊക്കെ വയസ്സായി, ഞാൻ മാറുകയാണ്, ഞാൻ ഇനി അടുത്ത ഇലക്ഷൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് മാറി നിന്ന് അടുത്ത തലമുറ ഏൽപ്പിക്കണ്ടേ? ഞാൻ മറ്റേ കോൺഗ്രസ് എസിൻ്റെ കടന്നപ്പിളിയോട് പറഞ്ഞ പോലെ 90 വയസ്സ് പറ്റുള്ളൂ, തന്നെ നിൽക്കാൻ പാടില്ല, വീട് ഓടിക്കി, നല്ല കുഞ്ഞപ്പോൾ വീട് പോയി, എന്നിട്ടും മന്ത്രിസ്ഥാനത്ത് നിന്ന് മരിക്കുന്ന ആഗ്രഹം. ഇതൊക്കെ പരസ്യമായിട്ട് പറയാൻ ധൈര്യമുള്ള ഒരു കുഞ്ഞിലൊന്നും ഇന്ത്യയിലുണ്ടോ, കേരളത്തിലുണ്ടോ? 10 പേര് പറഞ്ഞു നോക്ക്. എന്താണ് ഇപ്പോൾ ഒരു 10,000 കോടിക്ക് ഒരു ബൾബ് വെച്ചാൽ 1 ലക്ഷം രൂപയുടെ ഫ്ലെക്സ് വയ്ക്കും. ഞങ്ങൾ പറഞ്ഞു ധൈര്യമായിട്ട്, വോയിസ് ഓഫ് ജസ്റ്റിസാണ്, സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന വോയിസ് ഓഫ് ജസ്റ്റിസ്, ഇനി ഇതുപോലെ ഒറ്റ ആൾ കരിയോല ഒഴിക്കും, മുഖത്തല്ല ഫ്ലെക്സിൽ പറഞ്ഞ്. ഞങ്ങളാണെങ്കിലും സംഭവം കയറുള്ളതുകൊണ്ട് ആൾക്കാർ കുറച്ച് മാറി, ഇപ്പം അങ്ങനെ കൂടുതലില്ല. മറ്റല്ല, ഒരു കോർണറിൽ ഒരു മറ്റേ സ്ട്രീറ്റ് ലൈറ്റിൽ വലിയ ലൈറ്റ് ഇട്ട് ഒട്ടാനും ഫ്ലെക്സാണ്. അവരുടെ കുടുംബസ്വത്താണ്, അവർ സർക്കാരിൻ്റെ പണ്ടല്ലേ, കഴിഞ്ഞാൽ പണം കുടുംബത്തല്ല. ഇത് എന്താണ് ആ MLA ആസ്തിയോട് ചെയ്തത്, എന്നാണ് വോട്ട് വെച്ചത്. സർക്കാരിൻ്റെ പണം എടുത്തത് MLA ആസ്തിയാണ് ഇരിയത്. സർക്കാർ ഇതൊക്കെ ചോദിക്കാനും പറയാനും ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ലെന്നുള്ളതാണ്. എല്ലാ അടിമത്തത്തിൽ എൻ്റെ നേതാവിന് കീഴിൽ ഞാൻ നിൽക്കുന്നു, ഞാൻ അതിൻ്റെ ആനുകൂല്യം പറ്റുന്നു. ഇപ്പോൾ കോൺഗ്രസ് പണ്ട് പങ്കിടില്ലായത്, ഉമ്മൻചാണ്ടി രമേശ് ഒക്കെ അങ്ങനെ പങ്കിട്ടെടുക്കും, പണിയെടുക്കില്ല. അത് മാറിപ്പോൾ പോകണമുണ്ടോ? അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഒക്കെ ആണെങ്കിലും അരിക്കുള്ള അധികാരം നിൽക്കുന്നു, ഒരു മാറ്റം ഇല്ലാത്ത നിൽക്കണം. ഇതൊക്കെ ഇനി ആരാ നിയമം ഉണ്ടാക്കുക?
ആ നിയമം ഉണ്ടാക്കുന്നതാണ് ഭരണകൂടങ്ങൾ. അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്നത് 40-നും 60-നും ഇടയ്ക്ക് മാത്രമേ അത് ആരോഗ്യത്തിൽ മാറ്റണം. അവിടെ മാത്രമേ ഔദ്യോഗിക ഈ ഭരണകാര്യങ്ങളിൽ വരാവുള്ളൂ. പാർട്ടിക്കാർ വ്യക്തിയുടെ കാര്യം അതിൽ സർക്കാർ ഇടപെടാൻ പറ്റില്ല. ഭരണകാര്യത്തിൽ അങ്ങനെ നിയമം പറയാൻ പറ്റിയ ഒരൊറ്റ നേതാവ് ഇന്ത്യയിലുണ്ടോ, കേരളത്തിലുണ്ടോ? ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? ഇത് എല്ലാം ഞാൻ തന്നെ മരിക്കോളും. ഇപ്പം ലാലു പോയി, മകൻ വന്ന്, മറ്റു പോയി, മകൻ വന്ന്, എല്ലാം അച്ഛന്മാരെ മകന്മാർ മകൻ്റെ മകൻ. അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നെഹ്റുവാണ് കേട്ടോ. അവിടെയാണ് ചോട്ടിക്ക് തെറ്റിയതുകൊണ്ട് അടിസ്ഥാന തെറ്റി കാരണം അതുകൊണ്ട് എന്തിനാണ് നെഹ്റുവിൻ്റെ മകളെ കൊണ്ടുവന്ന് അത് ഏൽപ്പിച്ചത്? അത് പകരം ആൾ അറിയില്ലേ? അതിങ്ങനെ പാരമ്പര്യമായിട്ട് പോരാണ്. അതിനെ അനുകൂലിക്കാൻ ഒരുപറ്റം നികൃഷ്ടജീവികൾ എന്ന് പറഞ്ഞത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ. എന്നാലും അവർക്ക് കാര്യം സാധിക്കാം. അവരുടെ കൂടെ സൂട്ട് കേസ് നോക്കി നടന്നാലേ എന്തെങ്കിലും ആകും ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പം എന്താണ് നാളെ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ നാളെ ആഭ്യന്തരമന്ത്രി ഈ സൂട്ട് കേസ് നോക്കി പഠിച്ചവനൊക്കെ അവരാണ് പിന്നെ മേലധികാരി. കാരണം അവൻ്റെ കൂടെ പഠിച്ചല്ലേ, കൂടെ വളർന്നല്ലേ ഈ നേതാവ് കേൾക്കാൻ പറ്റുമോ? അങ്ങനെ അഴിമതിയുടെയും അനാചാരങ്ങളുടെയും ഒരു കൂട്ടരങ്ങായി വന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഭരണകൂടവും നമ്മുടെ വ്യവസ്ഥയും. അതൊരു മാറ്റം വന്നേ തീരൂ. ഇപ്പം ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു, അയാൾ പറഞ്ഞ ഭാഷയിൽ ചെറിയ വ്യത്യാസം. അങ്ങനെയല്ല പറയേണ്ടത്. അദ്ദേഹത്തെ ഉപദേശിക്കാൻ ഞാൻ ആളല്ലെങ്കിൽ പറയണത്. ഇങ്ങനെ പോയാൽ വീണ്ടും മൂന്നാമതും കമ്മ്യൂണിസ്റ്റ് വരും എന്നല്ല പറയേണ്ടത്. അവിടെ പ്രാധാന്യം കൊടുക്കുക കമ്മ്യൂണിസ്റ്റ് വരുമെന്നതിനല്ല. കോൺഗ്രസ് ഇങ്ങനെ പോയാൽ അവിടെ അവസരത്തിന് ക്ഷീണം പറ്റും എന്നാണ് പറയേണ്ടത്. അതിന് പ്രാധാന്യം ആർക്ക് കൊടുത്തത്? കമ്മ്യൂണിസ്റ്റ് ഭാഗത്ത്. മൂന്നാമതും കമ്മ്യൂണിസ്റ്റ് വരും എന്നൊരു പ്രാധാന്യം കൊടുത്തത്. അങ്ങനെയല്ല സാറേ പറയേണ്ടത്. അങ്ങ് കോൺഗ്രസ്സുകാരാണെങ്കിൽ അല്ലെങ്കിൽ UDF ആളാണെങ്കിൽ പറയേണ്ടത് UDF പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ പറയണം? ഇങ്ങനെയാണ് കോൺഗ്രസിന് പോക്കെങ്കിൽ അടുത്ത ഇലക്ഷനിലും കോൺഗ്രസ് സാധ്യത കുറയും എന്ന് കോൺഗ്രസ് എന്ന് പറയാവുള്ളൂ. ഇങ്ങനെ പോയാൽ മൂന്നാമതും കമ്മ്യൂണിസ്റ്റ് പോകുന്നു പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടേ? പക്ഷെ പുള്ളി പറഞ്ഞ് അവസാനം അത് പറഞ്ഞ് അതുകൊണ്ട് കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു പുള്ളി. പക്ഷേ ഇതാണ് വേണ്ടത്തെ രാഷ്ട്രീയ പഠനമില്ലാത്തതിനൊക്കെ ഭാഷയുടെ പ്രയോഗത്തിൻ്റെ അർത്ഥം. അക്ഷരങ്ങൾ ചേരുമ്പോൾ വാക്കുകളും വാക്കുകൾ ചേരുമ്പോൾ വാചകം. അക്ഷരത്തിന് അർത്ഥമില്ല, വാക്കിന് അർത്ഥമുണ്ട്, വാചകത്തിന് ആശയമുണ്ട്. ഇതല്ലേ മുല്ലപ്പള്ളി സാറേ? അപ്പം നമ്മുടെ സംസാരത്തേക്ക് ഒരു രീതിയുണ്ട്, ഒരു ഭാഷാ ശൈലിയുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോഴും കോൺഗ്രസ്സുകാർ പറയുമ്പോൾ എപ്പോഴും പ്രോത്സാഹനം കോൺഗ്രസ് ആയിരിക്കണം, കമ്മ്യൂണിസ്റ്റല്ല. അതാണ് ശശി തരൂർ കാണിക്കുന്നത്. ഒന്നാമത്തേലുണ്ട് എവിടുന്നോ വരുമ്പോഴേക്കും അവിടെ എല്ലാം ഏൽപ്പിക്കും. അതെങ്ങനെയാ? ഈ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഏൽപ്പിക്കുന്ന ആളുണ്ടല്ലോ, അവരിതുപോലെ വന്നു കയറിയതാണ്, അർഹതയായിട്ട് ഒന്നല്ല. അപ്പോൾ അത് കൂടി പറയുമോ? അർഹതയായിട്ട് 10-40 വർഷം ചുമരെഴുതിയും കഷ്ടപ്പെട്ട് വളർന്ന് ശീലിച്ചു വന്ന ഒരു നേതാവ് അധികാരത്തിൽ വന്നാൽ അവനറിയാം, വിഷമറിയാം. ഇത് വിഷമറിയാതെ പാരമ്പര്യമായിട്ട് വന്ന് കയറിയതാണ്. അവരാണ് വ്യാഖ്യാനം കൊടുക്കുന്നത്, തീരുമാനം എടുക്കുന്നത്, ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ അപകടം. എന്താണ് മനസ്സിലാകാത്തത്? അപ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ മുല്ലപ്പള്ളി പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞത് മൂന്നാമതും LDF വരുമെന്നല്ല പറയേണ്ടത്. കോൺഗ്രസ്സിന് ക്ഷീണം പറ്റുന്നതാണ്. അതാണ് ഭാഷയുടെ വ്യത്യാസം, ഭാഷാപ്രയോഗത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ വരില്ല. എന്നാലും പത്രക്കാർ വേണ്ടി അവർ ഇഷ്ടപ്പെടുക എഴുതും, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും ഒരു കാര്യം ശരിയാണ്, പഴയ മുഖങ്ങൾ കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത്, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതാണ് നല്ലത്. മാറ്റമില്ലാത്ത വസ്തു ലോകത്ത് മാറ്റം മാത്രമായതുകൊണ്ട് മാറ്റം എസെൻഷ്യലാണ്, അനിവാര്യമാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ ഈ ലോകം രക്ഷപ്പെടും. അതല്ലെങ്കിൽ സംഗതി വളരെ അപകടത്തിലേക്ക് പോകുന്നു. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. ദാരിദ്ര്യം കൊടികുത്തി വാഴും, മരണങ്ങൾ കൂടും. ഇപ്പോൾ തന്നെ പല പണ്ടൊക്കെ നമ്മൾ 2 ആഴ്ചക്കകത്ത് ഒരു മരണം കേൾക്കുന്നത്. ഇന്നിപ്പോൾ ആ പല വിളിക്ക് ഞാനൊരു മരണാവശ്യമാണ്.
ഈ കൊറോണയൊക്കെ വന്ന ശേഷം ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം തന്നെ നമ്മൾ അറിയില്ല 50 വയസ്സും 30 വയസ്സും എടുക്കുമ്പോൾ ഒരുപടി ആൾക്കാർ പോവാണ്. നിസ്സാര കാരണത്തെ രോഗത്തെ പേര് പറഞ്ഞു ആലോചിച്ച് നമുക്ക് മെസ്സേജ് വരുന്നത് ഒരാഴ്ചയിൽ ഒരാൾ അല്ലെങ്കിൽ 2 ആഴ്ചക്കകത്ത് ഒരാൾ മരിച്ചവരുണ്ടൊക്കെ ഇപ്പോൾ അല്ല. പലരായിട്ട് ഫോൺ വിളിക്കുമ്പോണ്ടോ അയ്യോ ഞാൻ ആ മരിച്ചെടുത്ത് പോയി സാറേ അതുകൊണ്ട് എനിക്ക് ഇന്ന് എത്താൻ പറ്റില്ല അല്ലെങ്കിൽ വൈകിട്ട് എത്തുള്ളൂ. പലരും പറയുന്നത് ഇന്ന് ഞാൻ വിളിച്ച അതിൽ 3 പേരാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരു പ്രോഗ്രാം ചാർട്ട് ഉണ്ടായത് അത് അയ്യോ സാറേ ഇങ്ങനെ മരിച്ചെടുത്ത് പെട്ടെന്ന് മരിപ്പ് കിട്ടിപ്പോയി വൈകിട്ടാണ് അല്ലെങ്കിൽ രാവിലെ 7 മണിക്കാണെന്നൊക്കെയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, വ്യായാമം മസ്റ്റാണ്. പിന്നെ വാക്സിനേഷൻ്റെ അപകടം, അത് രക്തം കട്ടാകാൻ സാധ്യതയുണ്ട്. ആ കട്ടാകാതിരിക്കാനുള്ള ഗുളിക കഴിക്കണം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം, വ്യായാമം വേണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മരണത്തെ തടക്കാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധിവരെ അത് ഒഴിവാക്കുക. അപകടം മരണം ഒഴിവാക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇന്നത്തെ തലമുറക്ക് ഇത് ഞാൻ ഇന്നൊരു സ്ഥലത്തെ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞ് ഈ വൈറ്റമിൻ ഡി അതിൽ 90% കിട്ടുന്നത് പ്രകൃതിയിൽ നിന്ന് സൂര്യപ്രകാശം കിട്ടുന്നതാണ്. ബാക്കി 10% നമുക്ക് കൃത്രിമം ഉണ്ടാക്കാൻ പറ്റുന്നത്. ആൾക്കാർ അത് വാങ്ങിച്ചു കഴിക്കും, കാശ് കൊടുക്കാതെ കിട്ടില്ല. അതുകൊണ്ട് വെയിൽ കൊള്ളുക എന്നുള്ളത് സാധാരണ ഈ കൂലിവേലിക്ക് പോകുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. അവർ വെയിലിൽ പണ്ടേ അല്ലാതെ ഓഫീസ് വർക്ക് ചെയ്യുന്ന വൈറ്റ് കളർ ജോബുകാർ വന്നല്ലോ പുറത്ത് കയറൂല. അത് ഇറങ്ങുന്നത് AC കാറിൽ അല്ലെങ്കിൽ പിന്നെ ഹെൽമെറ്റ് വെച്ച്. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ 11നും 3നും എടുക്കുള്ള ഒരു 10 മുതൽ 20 അല്ലെങ്കിൽ 30 മിനിറ്റിന് വെയിൽ കൊള്ളണം. കഴിയെങ്കിൽ ഡ്രസ്സ് കഴിയുന്നു ഡ്രസ്സ് ഒഴിവാക്കി, മുഴുവൻ ഡ്രസ്സല്ല കുറച്ച് ഒഴിവാക്കി. അത് മസ്റ്റാണത്, വളരെ വളരെ ആവശ്യമാണ്, അനിവാര്യമാണത്. ആരും അത് അമാന്തം വയ്ക്കരുത്. പിന്നെ വ്യായാമം, വിശ്രമം പിന്നെ ഉണ്ടല്ലോ. വിശ്രമം ആർക്കൊന്നും പറയണ്ട, എല്ലാ സമയം കിട്ടി അപ്പം വിശ്രമിക്കും. വിശ്രമം മാത്രമല്ല വ്യായാമമാണ്. ഭക്ഷണത്തിൽ നിയന്ത്രിക്കുക. 2 കാരണം കൊണ്ടാണ് ലോകത്ത് രോഗം ഉണ്ടാകുന്നത്. ഒന്ന് അമിതമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒന്ന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാത്തതുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാത്തതാണ് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും, അത് ഭക്ഷണം കഴിക്കുക. പക്ഷെ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാലാണ് ആപത്ത് കൂടുതൽ, അതിനാണ് ഫലം താമസിക്കുകയും ചെയ്യും. അപ്പോൾ ദയവ് ചെയ്ത് ഭക്ഷണത്തിൽ നിയന്ത്രിക്കുക, മനസ്സമായിരിക്കുക, അത്യാവശ്യം വെള്ളം കുടിക്കുക. ഒരു കാരണവശാലും വയറ് നിറച്ച് ആഹാരം കഴിക്കരുത്. വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിക്കാവൂ. അത് ഞങ്ങൾ പറഞ്ഞ പോളിസി എന്തും കഴിക്കാം, ഒന്നും കഴിക്കാതിരിക്കണ്ട, പക്ഷേ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മിതമായിട്ട് എന്തും കഴിക്കാവൂ, അല്ലെങ്കിൽ മിതമായിട്ട് എന്തും കഴിക്കണം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.